ഹലോ മച്ചന്മാരെ, എല്ലാവർക്കും എസ് ടെക് ട്രാവലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഗൈസ്, നമ്മളിപ്പോൾ ഇവിടെ വന്നിരിക്കുന്ന ആലപ്പുഴ ബീച്ചിൽ മറൈൻ വേൾഡിൻ്റെ അണ്ടർ വാട്ടർ ടണൽ അക്വേറിയം അത് കാണാൻ വേണ്ടിയാണ് നമ്മളിപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ ഗൈസ്, നമ്മൾ പോയത് ഏകദേശം ഒരു ഉച്ചയ്ക്ക് ഒരു 3 മണിക്കാണ് പോയത്. ചെന്നപ്പോൾ തൊട്ട് ഭയങ്കര തിരക്കായിരുന്നു. നമ്മൾ പോയത് ന്യൂ ഇയറിൻ്റെ അന്നായിരുന്നു പോയത്. നമ്മൾ പോയത് 31-ാം തീയതിയാണ് പോയത്. നല്ല തിരക്കായിരുന്നു. അങ്ങനെ ഒരു മണിക്കൂറോളം ക്യൂ നിന്നതിന് ശേഷമാണ് നമുക്ക് 4 ടിക്കറ്റ് കിട്ടിയത്. ടിക്കറ്റൊക്കെ ആയിട്ട് നമ്മളങ്ങനെ ഒരു മീനിൻ്റെ ഒരു പോലെ ഒരു സംഭവം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ആ ഒരു എൻട്രിയിലൂടെ നമ്മളങ്ങ് അകത്തേക്ക് കയറി ടോപ്പിലോട്ട് ചെല്ലുന്നു. വീണ്ടും നമ്മൾ താഴോട്ട് സ്റ്റെപ്പ് ഇറങ്ങി ചെല്ലുന്നു. അങ്ങനെയാണ് അവരത് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. നല്ല രസമായിരുന്നു. പിന്നെ അകത്തോട്ട് കയറിയപ്പോൾ നല്ല തിരക്കും കാര്യങ്ങളൊക്കെയാണ്. നമ്മുടെ കയറിയാണ് ഫസ്റ്റ് നമുക്ക് കാണാനുള്ളത് നമ്മുടെ APJ അബ്ദുൽ കലാം സാറിൻ്റെ കുറച്ച് റോക്കറ്റുകളും അങ്ങനെയുള്ള അദ്ദേഹം ഉപയോഗിച്ച പഴയ സൈക്കിളും കാര്യങ്ങളും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ സ്റ്റാർട്ടിങ്ങിലുള്ളത്. പിന്നീട് നമ്മൾ അവിടെ നിന്ന് അങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഈ കാർട്ടൂണിലൊക്കെ കാണുന്നതുകൊണ്ടുള്ള ചെറിയൊരു ഫോറസ്റ്റാണ് അവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. നമ്മുടെ കൊച്ചു പിള്ളേർക്കൊക്കെ ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള എല്ലാ മൃഗങ്ങൾക്കും ചെറിയ ആനിമേഷനും സൗണ്ടും എല്ലാം കൊടുത്തിട്ടുണ്ട്. ഒരു പ്രത്യേക ഒരു വൈബാണ് അതിൻ്റെ അകത്ത് നിൽക്കുമ്പോൾ. എല്ലാം കാർട്ടൂൺ മോഡലാണ് ചെയ്തേക്കുന്നത്. നല്ല രസമുണ്ടായിരുന്നു കാണാൻ. പിന്നെ എല്ലാത്തിനും സൗണ്ടും കാര്യങ്ങളെല്ലാം ഉണ്ട്. നല്ല അടിപൊളി ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. അത് പൊളിയാണ്. നമ്മൾ ആദ്യം വരുമ്പോൾ കുറച്ച് കാർട്ടൂൺ മോഡലാണെങ്കിലും കുറച്ച് ഒരു 50 മീറ്റർ കഴിയുമ്പോൾ നമുക്കൊരു ഒരു വനം പോണക്ക് തന്നെ ചെറിയൊരു വനം പോലെ തന്നെ എല്ലാം സെറ്റ് ചെയ്ത് എല്ലാം കിടക്കാച്ചയാക്കിയിട്ടുണ്ട്. എല്ലാ മൃഗത്തിനും സൗണ്ടും കാര്യങ്ങളും എല്ലാം ഉണ്ട്. പൊളിയാണ്. ഗൈസ്, നമ്മളിനി നേരെ അക്വേറിയത്തിലോട്ട് കയറാൻ പോവുകയാണ്. ഗൈസ്, അങ്ങനെ ഉള്ളിലോട്ട് കയറുമ്പോൾ നമുക്ക് വലിയൊരു അക്വേറിയം കാണാം. അതിൻ്റെ അകത്ത് നമ്മളങ്ങനെ അധികം കണ്ടു പരിചയമില്ലാത്ത ഒരുപാട് മീനൊക്കെ ഉണ്ട്. മീനിൻ്റെ പേരൊക്കെ എന്തൊക്കെയാണെന്നൊന്നും എനിക്കറിയത്തില്ല. അവിടെ അങ്ങോട്ട് കയറിയപ്പോൾ കണ്ടോ, അതിൻ്റെ വെള്ളത്തിൻ്റെ അകത്ത് മീനെ സ്നേഹിച്ച് മീനിൻ്റെ കൂടെ ഒരു വ്യക്തി ഓക്സിജനൊക്കെ സെറ്റ് ചെയ്ത് നമുക്ക് ഫോട്ടോ എടുക്കാൻ വേണ്ടി പല ഹോസിലൊക്കെ നിന്ന് തരും. പൊളിയാണ്. അതൊക്കെ കണ്ട് ഇങ്ങനെ പോവുകയാണ്. എന്തായാലും പുള്ളി സമ്മതിക്കണം. അത്ര നേരം അതിൻ്റെ അത് കിടക്കുന്നത്. പിന്നെ ഇങ്ങോട്ട് വന്നപ്പോൾ വീണ്ടും ഒരാൾ കൂടെ. അങ്ങനെ ആ വ്യക്തിയെ കണ്ട് അങ്ങനെ പോകുമ്പോൾ അങ്ങനെ കണ്ടു പല വെറൈറ്റി മീൻ. നമ്മൾ ഈ അക്വേറിയം കടകളിൽ പോലും കാണാത്ത വെറൈറ്റി മീനുകളാണ് അതിൻ്റെ അകത്തുള്ളത്. നമ്മളിങ്ങനെ നോക്കി നിന്ന് പോകും. പല കളറുകളും ഡിസൈനുകളും എന്തും വേണ്ട. എൻ്റെ പൊന്നെ, ഞാൻ ആദ്യമായിട്ടാണ് മീനെല്ലാം കാണുന്നത്. ഇതിൻ്റെ ഒന്നും പേരൊന്നും എന്തുവാണെന്ന് പോലും എനിക്കറിയില്ല. ഈ സാധനം തെരണ്ടിയാന്ന് തോന്നുന്നുണ്ട്. വരുന്നുണ്ട് പറവയെ കൂടെ നമ്മുടെ പക്ഷിയൊക്കെ പറന്നു പോകുന്നുണ്ട്. നല്ല രസമുണ്ട് കാണാൻ. തെരണ്ടിയാണെന്നാണ് തോന്നുന്നത്. കൊള്ളാം, അടിപൊളിയാണത്. പക്ഷേ ഇതിൻ്റെ അകത്ത് മീനെല്ലാം സെപ്പറേറ്റ് ഇട്ടിട്ട് മീനിൻ്റെ പേരൊക്കെ എഴുതിയൊക്കെ ഇടുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് എല്ലാ മീനെ നമുക്ക് മനസ്സിലാകുകയും ചെയ്തതിനെ ഇത് കണ്ടോ, ഇതൊരു വെറൈറ്റി സാധനമാണ്. അങ്ങനെ പല വെറൈറ്റി മീനുകളാണ്. സത്യം പറഞ്ഞാൽ ഞാൻ ഇന്ന് വരെ കാണാത്ത ഐറ്റം പാമ്പാട പോലെയൊക്കെ കിടക്കുന്നത്. ഞാൻ ആദ്യമായിട്ടാണ് ഇത്രയും മീനെയൊക്കെ കാണുന്നത്. നമ്മളിപ്പോൾ അക്വേറിയം കടയിലായാലും എവിടെ ആയാലും ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ അത്യാവശ്യം കുറച്ച് മീനെയൊക്കെ നമ്മൾ കാണത്തുള്ളൂ. ഗൈസ്, ഞാനങ്ങനെ ഇതിൻ്റെ അകത്ത് കയറിയപ്പോൾ തൊട്ട് ടണൽ അക്വേറിയം എവിടെ, ഗുഹ എവിടെ, 360 ഡിഗ്രി വ്യൂ ഉള്ള അക്വേറിയം എവിടെയെന്ന് ഞാനിങ്ങനെ അന്വേഷിച്ച് പറഞ്ഞപ്പോൾ എൻ്റെ പൊന്നെ അതിൻ്റെ അകത്തോട്ട് കയറിയോ ഞാൻ എങ്ങനെ പറഞ്ഞറിയിക്കും. അതുപോണക്കുള്ള എക്സ്പീരിയൻസ് ആണ് ഗൈസ്. പൊളിയെന്ന് പറഞ്ഞാൽ പൊളി, വേറെ ലെവല് സാധനം, ഒരു രക്ഷയില്ല. അയ്യോ, ഫോട്ടോ എടുത്താലും വീഡിയോ എടുത്താലും നമുക്ക് മതിയാറില്ല. അതുപോണക്ക്
വെറൈറ്റി മീനും നമ്മൾ ഇന്ന് വരെ കാണാത്ത ടൈപ്പ് മീനൊക്കെയാണ്. അയ്യോ, അടിപൊളിയെന്ന് പറഞ്ഞാൽ അടിപൊളി ഒരു എക്സ്പീരിയൻസ് ആണ്. ഇവിടെ വന്ന് തന്നെ അത് അറിയണം. അയ്യോ, പൊളിയേ നിങ്ങൾ കാണും, ഞാൻ ഒന്നും പറയുന്നില്ല. Gotta build up of my thoughts sitting in an ashtray. I'm sorry that I'm so inconvenient, okay. Just let me be me and I'll stay out of your way. I can see the way you look at me, I'm such a disgrace. I never really asked to be brought into this place. You wanna love me? Well then baby I have a taste. All the highs and the lows, no you'll never be the same. I don't really wanna hurt you but I can't control the pain. If you're sticking by my side, maybe we could be okay. Okay, maybe you could be the change I need today. I promise that I've never felt this way. I really hope that you will choose to stay through all the pain. I know you told your friend you're not okay, and tell me what's wrong and why you never said you felt that way. Guess you're trying to stay strong and fake a smile until I look away. But I've known you too long, it hurts to watch your blue eyes fade to gray as you fade away, as you fade away, as you fade away. അതെല്ലാം കണ്ട് നമ്മളങ്ങനെ പുറത്തിറങ്ങി വരുമ്പോൾ അതാ വേറെ ഒരു ഉഗ്രം കാഴ്ചയും കൂടെ. കടൽ കൊട്ടാരം, കടലമ്മയുടെ കടൽ കൊട്ടാരം. അത് മത്സ്യകണ്ണിയൊക്കെ എൻ്റെ മണ്ടയ്ക്ക് നിൽപ്പുണ്ട്. പൊളിയായിരുന്നു കേട്ടോ. നല്ല ഗോൾഡൻ, നല്ല തിളങ്ങി വെട്ടിത്തിളങ്ങുമായിരുന്നു. അടിപൊളിയായിരുന്നു. അപ്പോൾ കാശ് ഇതൊരു 120 രൂപയ്ക്ക് നഷ്ടമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നഷ്ടമില്ല, എന്നാലും പൊളിയാണ്. പുറത്തോട്ട് ഇറങ്ങിക്കഴിഞ്ഞ് സഹിക്കാൻ പറ്റാത്തതാണ്. ഇതാണ് കച്ചവടം. ഈ എൻ്റെ പൊന്നോ, ഇതിൻ്റെ അകത്ത് കയറി കഴിഞ്ഞ് ഇത്തം കൊണ്ട് വരുമ്പോൾ സത്യം പറയില്ല, എനിക്കിത് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഗൈസ് നമ്മുടെ ഈ കൊച്ചു വീഡിയോ ഞാൻ ഇവിടെ കൊണ്ട് വൈൻഡപ്പ് ചെയ്യുവാണ്. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ല. സബ്സ്ക്രൈബ് മാത്രം ചെയ്താൽ പോരെ, തൊട്ട് അടുത്ത് കാണുന്ന ബെല്ലേക്ക് ഇടിച്ച് പൊട്ടിക്കാനും മറക്കില്ല. ഗൈസ് ഇത് കഴിഞ്ഞ ഡിസംബർ 21-ാം തീയതി തുടങ്ങിയതാണ്. ഇതിന് നമ്മുടെ ജനുവരി 21-ാം തീയതി വരെ മാത്രമേ ഉള്ളൂ. അതിന് 2024 ജനുവരി 21-ാം തീയതി കൊണ്ട് ഇതിൻ്റെ സമാപനം കുറിക്കുന്നതാണ്. അതിനിപ്പുറം പോകാത്തവർ പോയി എക്സ്പീരിയൻസ് ചെയ്യുക. അപ്പോൾ ഇപ്പോൾ തന്നെ വണ്ടി എടുത്തുകൊണ്ട് ആലപ്പുഴയ്ക്ക് വിട്ടോ. പോയിട്ട് വന്നിട്ട് കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ ഗൈസ് വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ടാറ്റ.